ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ലോകം മുഴുവൻ ഇന്ത്യയെ അവസരങ്ങളുടെ നാടായി അംഗീകരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഡിജിറ്റൽ റീസർവേ കേരളത്തിൽ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കെട്ടിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ മുന്നോട്ട്. ശബരിമലയിൽ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിന് വൻ ഭക്തജനത്തിരക്ക്. മണ്ഡലപൂജ നാളെ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. ലോകം മുഴുവൻ ഇന്ത്യയെ അവസരങ്ങളുടെ നാടായി അംഗീകരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വീർ ബാൽ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് വ്യക്തമായ മാർഗരേഖയും കാഴ്ചപ്പാടും നയവുമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തികം, ശാസ്ത്രം, ഗവേഷണം, കായികം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ത്യ പുതിയ ഉയരങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത 25 വർഷം യുവാക്കൾക്ക് പുതിയതും വലുതുമായ അവസരങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഡിജിറ്റൽ റീസർവേ കേരളത്തിൽ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കോഴിക്കോട് നഗരപരിധിയിലെ നിർമ്മാണം പൂർത്തീകരിച്ച 2 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സർവേയിലൂടെ കേരളത്തെ അളന്ന് തിട്ടപ്പെടുത്തുകയാണെന്നും ഒരാളുടെയും സ്ഥലത്തിന്റെ അതിർത്തി ഇനി മാറ്റാൻ സാധിക്കുന്നതല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞതായി ഇരുവകുപ്പുകളുടെയും ചുമതല വഹിക്കുന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഭിന്നശേഷി സംസ്ഥാനതല അവാർഡ് വിതരണ പരിപാടി ഉണർവ് 2023 കോഴിക്കോട് ജെൻഡർ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷിക്കാരായ മക്കൾക്കൊപ്പം മാതാപിതാക്കൾക്ക് താമസിക്കാൻ വഴിയൊരുക്കുന്ന സർക്കാർ വിഭാവനം ചെയ്ത അസിസ്റ്റീവ് വില്ലേജുകൾ ആദ്യഘട്ടത്തിൽ തുടങ്ങുന്ന 5 സ്ഥലങ്ങളും പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ, ഉദുമ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, കൊല്ലം ജില്ലയിലെ പുനലൂർ, തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്നിവിടങ്ങളിലാണ് ഭിന്നശേഷിക്കാർക്കുള്ള അസിസ്റ്റീവ് വില്ലേജുകൾ വരികയെന്ന് മന്ത്രി അറിയിച്ചു. ശബരിമലയിൽ മണ്ഡലപൂജ നാളെ. തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹ ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നുച്ചയ്ക്ക് 3:15 പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര തിരിച്ച തങ്കയങ്കി ഘോഷയാത്രയെ 5:30 ദേവസ്വം പ്രതിനിധികൾ ശരംകുത്തിയിൽ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്തെത്തിയ തങ്കയങ്കി വാഹക സംഘത്തെ വരവേറ്റു. മണ്ഡലകാലം തുടങ്ങി ഇന്നലെ വരെ ശബരിമലയിലെ നടവരവ് 204.30 കോടി രൂപയായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. കുത്തക ലേലം, കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ എന്നിവ കൂടി എണ്ണിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാര്യമായ മാറ്റമുണ്ടാകും. കാണിക്കയായി ലഭിച്ചത് 63.89 കോടി രൂപയാണ്. അരവണ വിൽപ്പനയിൽ 96.32 കോടി രൂപയും അപ്പം വിൽപ്പനയിലൂടെ 12.38 കോടി രൂപയും ലഭിച്ചു. എല്ലാ മതങ്ങളും മഹത്തരമാണെന്നും ഒരു മതവും മറ്റൊന്നിനു മേലെയല്ലെന്നും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. എല്ലാ മതങ്ങളിലും പറയുന്നത് സ്നേഹം, അനുകമ്പ, സഹിഷ്ണുത, ദയ എന്നീ കാര്യങ്ങളാണ്. ശ്രീ നാരായണഗുരു നടത്തിയ ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം വർക്കല ശിവഗിരി മഠത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ രാംനാഥ് കോവിന്ദ്. 91ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളന വേദിയിൽ ജ്വലിപ്പിക്കുന്നതിനുള്ള ദിവ്യജ്യോതി പ്രയാണ യാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നിന്നാണ് ദിവ്യജ്യോതി യാത്ര പ്രയാണം ആരംഭിച്ചത്. നടനും സംവിധായകനുമായ മേജർ രവിയെ BJP സംസ്ഥാന ഉപാധ്യക്ഷനായി നാമനിർദ്ദേശം ചെയ്തു. പാർട്ടിയിൽ ചേർന്ന കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസ് മുൻ നേതാവ് C രഘുനാഥിനെ ദേശീയ കൌൺസിലിലേക്കും നാമനിർദ്ദേശം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലായിരുന്നു ഇന്ന് പര്യടനം. പാലക്കാട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്ര ചെർപ്പുളശ്ശേരി നഗരസഭയിൽ പര്യടനം പൂർത്തിയാക്കി. കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിലായിരുന്നു പര്യടനം. വയനാട് വെള്ളമുണ്ട പഞ്ചായത്തിലായിരുന്നു ഇന്നത്തെ പര്യടനം.
നാളെ തൊണ്ടർനാട് പഞ്ചായത്തിൽ നടക്കുന്ന യാത്രയോടെ വയനാട് ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെയുള്ള പ്രയാണം സമാപിക്കും. ഇടുക്കിയിൽ മറയൂരിലായിരുന്നു ഇന്നത്തെ യാത്ര. തൃശൂർ ജില്ലയിൽ മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലും യാത്ര എത്തി. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് നെല്ലനാട് ഗ്രാമപഞ്ചായത്തിൽ നാളെ നടക്കുന്ന വികസിത ഭാരത് സങ്കല്പ യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയാകും. നാളെ ഉച്ചയ്ക്കാണ് പരിപാടി. കേന്ദ്ര സർക്കാരിന്റെ കിസാൻ ക്രെഡിറ്റ് പദ്ധതി പ്രകാരം 4% പലിശ നിരക്കിൽ ലഭിച്ച വായ്പ തന്റെ പശു വളർത്തൽ സംരംഭത്തിന് ഏറെ ഗുണകരമായതായി തൃശൂരിൽ വികസിത ഭാരത് സങ്കല്പ യാത്രയിൽ പങ്കാളിയായ റിട്ടയർഡ് അധ്യാപിക കമലാക്ഷി ടീച്ചർ പറഞ്ഞു. റിട്ടയർ ചെയ്ത ശേഷം എൻ്റെ ശിഷ്ട ജീവിതം ഞാൻ ക്ഷീരമേഖലയിലേക്കും കാർഷിക മേഖലയിലേക്കും തിരിക്കാൻ ശ്രമിച്ചു. ആ ഇടയ്ക്കാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ KCC പദ്ധതി പ്രകാരം 3 ലക്ഷം രൂപ 4% പലിശയ്ക്ക് ലഭിക്കുമെന്ന് ഞാൻ അറിഞ്ഞത്. വളരെ ലളിതമായ രീതിയിൽ ആ പൈസ കനറ ബാങ്കിൽ നിന്ന് ഞാൻ എടുക്കുകയും 2 പശുക്കളെ ആദ്യം വാങ്ങുകയും ചെയ്തു. 2 പശുവിൽ നിന്നും എൻ്റെ പ്രവർത്തനം 16 പശുവിലേക്ക് എത്തിച്ചു. എനിക്ക് വളരെ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ KCC പദ്ധതി പ്രകാരം മാത്രമാണ്. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ഇന്ന് രാത്രി 8 മണിക്ക് ആരംഭിക്കും. വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നട തുറക്കുന്നത്. നവകേരള സദസ്സിന് എതിരെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള സർക്കാർ തീരുമാനം പ്രതിപക്ഷ സമരങ്ങളോടുള്ള ക്രൂരമായ പരിഹാസമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് സർക്കാർ പ്രകടിപ്പിക്കുന്നത്. തൃശൂരിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിനിടെ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയും ബോട്ടും ഫിഷറീസ് വകുപ്പ് സംഘം കരയിലെത്തിച്ചു. ചാവക്കാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് പീറ്റേഴ്സ് എന്ന ബോട്ടും കൊല്ലം സ്വദേശികളായ 7 മത്സ്യത്തൊഴിലാളികളെയുമാണ് കരയിൽ എത്തിച്ചത്. തിരുവനന്തപുരം തൃശൂർ മൃഗശാലകൾ നാളെ തുറന്നു പ്രവർത്തിക്കില്ലെന്ന് മ്യൂസിയം മൃഗശാല വകുപ്പ് അറിയിച്ചു. എന്നാൽ മ്യൂസിയങ്ങൾ തുറന്നു പ്രവർത്തിക്കും. തൃശൂർ ചാട്ടുകുളം തൈക്കാട് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി നാളെ ആരംഭിക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം ജനുവരി 2 വരെ പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. നിരീക്ഷ സ്ത്രീ നാടകവേദി സംഘടിപ്പിക്കുന്ന 2ാമത് ദേശീയ വനിതാ നാടകോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും. രാവിലെ മന്ത്രി ജെ ചിഞ്ചുറാണി നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവത്തിന്റെ 3ാം സീസണ് തുടക്കമായി. ജലകായിക ഇനങ്ങളും ഭക്ഷ്യമേളയും മറ്റു കലാപരിപാടികളും അരങ്ങേറുന്ന മേള വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 49.1 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസ് നേടി. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ടീം ഇന്ത്യയെ നയിക്കുന്നത് രോഹിത് ശർമ്മയാണ്. ISLൽ ഇന്ന് പഞ്ചാബ് FCയും ഒഡീഷയും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 8 മണിക്ക് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകം മുഴുവൻ ഇന്ത്യയെ അവസരങ്ങളുടെ നാടായി അംഗീകരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഡിജിറ്റൽ റീസർവേ കേരളത്തിൽ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കെട്ടിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ മുന്നോട്ട്. ശബരിമലയിൽ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിന് വൻ ഭക്തജനത്തിരക്ക്. മണ്ഡലപൂജ നാളെ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.